വിജയ് സേതുപതി ഫാൻ ബേസുള്ള നടനാണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ഇത് മലയാളക്കാരെ ഏറ്റെടുക്കും. സൂപ്പർ. ഇതുവരെ വാട്ടർ മേക്കിംഗ് ഓവറോൾ നല്ലോണം. ചേട്ടാ എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേട്ടാ? ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് ബ്രോ? കുഴപ്പമില്ല. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സ്ക്രിപ്റ്റ്, നല്ല മേക്കിംഗ്. എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ടായി സിനിമ? പടം സൂപ്പർ. എങ്ങനെയുണ്ടായി? ഗംഭീര സിനിമയാണ്, സൂപ്പർ സിനിമയാണ്, അടിപൊളി. പിന്നെ അനുരാഗ് കാശ്യപ് അതിനകത്ത് വില്ലൻ റോള് രണ്ടുപേരും സൂപ്പർ അഭിനയം. എന്തായാലും പടം നല്ല എൻ്റർടൈനർ, കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസം. നമ്മൾ ഓരോ സീൻ കഴിയുമ്പോൾ മാറി വരുന്നത് കാണാൻ നല്ല രസമുള്ളൂ. നല്ല പടം. കുറേ നാൾ കൂടി പുള്ളി ഇതൊന്ന് അന്യായ പെർഫോമൻസ് കാഴ്ചവെച്ച് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പടത്തിൽ പ്രത്യേകിച്ച് പറയാൻ ഇല്ല, പടം പ്രത്യേകിച്ച് പറയരുത്, കാരണം അത് ട്വിസ്റ്റുള്ള പടമാണ്. കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ട്വിസ്റ്റ് പുള്ളിയുടെ ആദ്യത്തെ പടം പോലെ തന്നെ നല്ലൊരു പടമാണ്. ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണേണ്ടതാണ്. പക്ഷേ എല്ലാ തരം ജോണറിലുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന പടമാണ്. ഫസ്റ്റ് വായിച്ച തിയേറ്റർ എക്സ്പീരിയൻസ് പറയാൻ തന്നെ കാരണം ഞാൻ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ത്രില്ലർ എലമെൻറ്റ്സ് ഉണ്ട്. ഭയങ്കര ക്ലൈമാക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് ആ ക്ലൈമാക്സിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരയിപ്പിച്ച് കളയും. അത്രമാത്രം ചങ്കി തട്ടുന്ന സീനാണ്. അനുരാഗ് കാശ്യപും വിജയ് സേതുവും തമ്മിലുള്ള കോംബോ ഒക്കെ ഒരു രക്ഷയില്ല. വിജയ് സേതുപതി കുറേ കാലത്തിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. അപ്പോൾ വില്ലൻ വേഷങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹീറോയിക് പരിപാടി വീണ്ടും തിരിച്ചു വരികയാണ്. ഇത് ഫാമിലി ഡ്രാമ എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ അത് ഫാമിലി ഡ്രാമ വിത്ത് ത്രില്ലർ. അല്ല, ഇമോഷണലാണോ കൂടുതൽ? ഞാൻ പറഞ്ഞില്ല, ഫാമിലി ഡ്രാമ വിത്ത് ത്രില്ലറിനാണ് ഇതിൻ്റെ ഒറ്റയടിക്ക് പറയാനുള്ളത്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ജോണർക്ക് ഉള്ള പ്രേക്ഷകർക്ക് ഈ പടം ഇഷ്ടപ്പെടും. അനുരാഗ് കാശ്യപും വിജയ് സേതുവും തമ്മിലുള്ള കോംബോ സീൻസൊക്കെ സൂപ്പർബാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതി ലെവലിലോട്ടാണ് സ്റ്റോറി കൊടുക്കുന്നത്. ക്ലൈമാക്സ് കണ്ടിറങ്ങുന്ന ആൾക്ക് കണ്ണു കേരളം കത്തിക്കും വിജയ് സേതു. സൂപ്പർ പടം കൊള്ളാം. എങ്ങനെ ഉണ്ടായിരുന്നു വിജയ് സേതുവിന്റെ ഒരു നല്ല അഭിനയം, നല്ല പടം. നല്ല ഒരു പാസം, അതായത് സ്നേഹം ആ സ്നേഹം ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അത് നായകനായിട്ട് വന്നപ്പോഴും വില്ലനായിട്ടൊക്കെ വന്നപ്പോഴൊക്കെ കുറച്ച് ആ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇതിനകത്ത് വരുന്നുണ്ട്. അഭിനയത്തിൽ വിജയ് സേതുപതി ഒരു സാധാരണക്കാരായിട്ട് അഭിനയിച്ച് വരുന്നുണ്ട്. പിന്നെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ആൾ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയാം, അതായത് ഒരു സെൻറ്റിമെൻ്റൽ ക്രൈം ത്രില്ലർ ആ രീതിയിലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തമിഴിൽ നല്ല സിനിമകളൊന്നും വരുന്നില്ലെന്ന് എല്ലാവരും പറയാം. ഈ സ്റ്റോറി എനിക്ക് അത്ര കണ്ട് ഇതായിട്ട് തോന്നിയില്ല. കാരണം പിന്നെ ഈ സ്റ്റോറി അത്ര ഇതായില്ല. കാരണം പിന്നെ ഒരു മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. മേക്കിംഗ് നല്ല രീതിയിൽ സസ്പെൻസ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഗംഭീര പടമാണെന്നാണല്ലോ പറയുന്നത്. ഗംഭീര പടമാണെന്ന് പറയാനായിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.